വളരെ ഹാപ്പി ആയിരിക്കും. കറക്റ്റ് ഡാഡി. വരുമോളെ. ഹായ്. ഇതാ മോളെ. ഫൈൻ. യെസ്, തിലക് ഹിയർ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഒരു വിരോധമില്ല. ഷീസ് ഫ്രീ. ഓക്കെ, ബൈ. പിന്നെ പറഞ്ഞതുപോലെ ബാംഗ്ലൂരിൽ കാണാം. കുഞ്ഞെ, പാല് അവിടെ വച്ചേക്കൂ. മോളെ, നമ്മുടെ ബാംഗ്ലൂർ ട്രഫ് ഏജൻസിയുടെ കോളായിരുന്നു. അവിടുത്തെ ക്യാരിയുടെ 12 lakhs ആണ്. ഈ വരുന്ന സൺഡേ റേസിൽ നീ അനുവദിച്ചാൽ നമ്മുടെ സൂപ്പർ സോണിയയുടെ പേരും നിന്റെ വെയിറ്റും അനൗൺസ് ചെയ്യുന്നവർ പറഞ്ഞു. ഞാൻ വാക്ക് കൊടുത്തു. എന്താ, മൂക്ക് സമ്മതല്ലേ? Why not, Dad? ചീന, ആ പെട്ടി എടുക്കും. മമ്മി, മോളെ. മോളെ, എന്നും ഇങ്ങനെ റേസിംഗ് ക്ലബ്ബുമായിട്ട് നടന്നാ മതിയോ? എന്ന് അവൾ പറഞ്ഞില്ലല്ലോ. ഡാഡിക്ക് പണം, മോക്ക് കളി. ഡാഡിയുടെ കൂത്തിന് താടാൻ പറ്റിയ പാർട്ടി തന്നെയാ.
മമ്മി കാറ്റുള്ളപ്പോഴേ തൂറ്റാൻ പറ്റൂ. ഇപ്പോ ഞങ്ങളുടെ ടൈമാ സൂപ്പർ. അത് കഴിയുന്നത് വരെ എന്നെയും ഡാഡിയും വെറുതെ വിട്ടേക്കൂ. ഇവളുടെ ഒരു പണഭ്രാന്ത്. പണം ഉണ്ടെങ്കിലേ സ്റ്റാറ്റസ്, അതില്ലെങ്കിൽ നാം എല്ലാം ജനത്തിന്റെ മുമ്പിൽ നത്തിങ്. ആവശ്യത്തിലേറെ സമ്പാദിച്ചില്ലേ പോരെ? അനുഭവിക്കാൻ ആകെ കൂടിയുള്ളത് നീ. ഞങ്ങളുടെ കാലം കഴിഞ്ഞ നീയും നിന്റെ ഭർത്താവും. മാത്രമല്ല കുഞ്ഞുങ്ങളും. ഓ ഡാഡി, സമയം കളയണ്ട, വരും വല്ലതും കഴിക്കാം. ഹായ് അനി. എന്താടി ബാംഗ്ലൂരിൽ വരാത്തത്? ഒരു ക്ലാസ് റേസ് ആയിരുന്നു. സോ സോറി. ഞാൻ അറിഞ്ഞു നീ വിൻ ചെയ്തത്. എനിക്കത്ര ഹോപ്പില്ലായിരുന്നു. ബട്ട് ഡാഡിയുടെ പ്രസ്റ്റീജ് സൂപ്പർ രക്ഷപ്പെടുത്തി. ആട്ടെ, നിന്റെ പുതിയ സെറ്റപ്പ് ഒക്കെ ഏതുവരെയായി? ആ മോളെ വേണ്ട വേണ്ട, ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട, ഇരിക്കണം. നിങ്ങൾ ബാംഗ്ലൂരിലെ കഥ പറയായിരിക്കും അല്ലേ? അതെ, വരണോന്ന് വിചാരിച്ചായിരുന്നു. പെട്ടെന്ന് 1-2 ഗസ്റ്റുകളൊക്കെ വന്നു. പിന്നെ അനിത റെസ്റ്റ് എടുത്തോളൂ. നാളെ വൈകുന്നേരം ഫോറിനേഴ്സ് വരുന്നുണ്ട്. നമുക്ക് അവരെ ക്ലബിൽ മീറ്റ് ചെയ്യണം. ശരി ഡാഡി. ഓക്കെ. ഹലോ. പിന്നെ ഡോക്ടർ വന്നിരുന്നോ? എന്നിട്ട് നെപ്പോളിയനെ പരിശോധിച്ചോ? പാവം, ഞാൻ അവനെ വന്ന് ഒരുപാട് തല്ലി. ഏതായാലും ഇന്ന് അവനെ പ്രാക്ടീസിന് കൊണ്ടുപോകണ്ട. ഓക്കെ ഓക്കെ. ചേട്ടാ, ഞാൻ കേട്ടതിൽ വല്ല സത്യമുണ്ടോ? എന്ത് കേട്ടു? തിലകങ്കളുമായി വല്ല വഴക്കമുണ്ടായോ? അതോ, വെള്ളം അടിച്ച് വിവരമില്ലാതായപ്പോ ഞാൻ എന്തൊക്കെയോ ചോദിച്ചു, അയാൾ എന്തൊക്കെയോ പറഞ്ഞു. ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവുകയും ചെയ്തു. ഞാൻ അത്ര കാര്യമാക്കിയിട്ടില്ല. ഇനി അയാൾ എന്ത് ധരിച്ചുവോ ആവും. അതെ, കുട്ടിക്കുതിരയോട് ഇത് ആര് പറഞ്ഞു? ഇന്നലെ തിലകങ്കളുടെ വീട്ടിൽ പോയപ്പോ അനിത ചെറുതായി എന്നോടൊന്ന് സൂചിപ്പിച്ചു. ഞാനും അവളും ക്ലാസ്മേറ്റ്സ് ആണെന്ന് അറിയാമല്ലോ. നമ്മുടെ കാര്യവും അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയ്യോ, അതിന്റെ ആവശ്യമില്ലായിരുന്നു. പത്രത്തിൽ ഒരു പരസ്യം കൊടുക്കുകയായിരുന്നു നല്ലത്. ജാനകി, ഇങ്ങനെയാ പെരുമാറാ? എന്താ ഏട്ടാ? ഞാൻ ചായ കുടിച്ചു കഴിയുന്നവരെ എന്റെ അടുത്തിരുന്നാൽ എന്താ? ഞാൻ പിടിച്ചു തിന്നോ? അല്ല ഏട്ടാ, എനിക്ക് പണിയുണ്ട്. എനിക്കുണ്ട് പണി. അതെ, നീ ആദ്യമായിട്ട് എന്നെ കണ്ടപ്പോ എനിക്ക് ആരെങ്കിലും ചായ ഉള്ളതായിട്ട് നിനക്ക് തോന്നിയിട്ടുണ്ടോ? പറയ് ജാനകി. നോക്കട്ടെ, എനിക്കൊന്നും തോന്നുന്നില്ല. നീ നന്നായിട്ട് എന്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്ക്. പറയുന്നതിന് ഇപ്പൊ എന്താ? ശിവാജി ഗണേശനെ പോലെ തന്നെയാ. ഇതേ പലരും എന്നോട് പറഞ്ഞിട്ടുള്ളതാ. എന്താ കാരണം എന്നറിയോ? എന്റെ കവിള് ഇങ്ങനെ തടിച്ച് തുടുത്തിരിക്കുന്നോണ്ടാ. പക്ഷെ ഒരു കാര്യമുണ്ട് മോളെ, ഇത്തിരി ഭംഗിയുണ്ടെന്ന് കരുതി ഞാൻ അഹങ്കരിക്കില്ല കേട്ടോ. ദൈവം തന്നതല്ലേ. ആദ്യം എന്നെ കണ്ടപ്പോ ചേട്ടൻ എന്താ തോന്നിയത്? സത്യം പറയാം, കറുപ്പിന് 7 അഴകുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്റെ പൊന്നു മോളെ, നിനക്ക് 8 അഴകാ. പക്ഷെ നീ അഹങ്കരിക്കരുത്, അഹങ്കരിക്കരുതേ. മിസ്റ്റർ രാജ, ആര് എന്തൊക്കെ പറഞ്ഞാലും തിലക് ഭാഗ്യവാന്. നമ്മളാരും സ്വപ്നത്തിൽ കാണാത്ത നേട്ടങ്ങളാണ് സൂപ്പർ സോണിയ തിലകിന് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇനിയിപ്പോ അതിൽ ആർക്കെങ്കിലും അസൂയ ഉണ്ടെങ്കിൽ തിലകിന് ഒരു ചുക്കും വരാനില്ല. ഇങ്ങനെ തുടർന്നാൽ എന്നെ പോലെയുള്ള കുതിര മുതലാളിമാരുടെ ഗതി എന്താവും? ഇടോ, ഈ സൂപ്പർ സോണിയ ഏതിന്റെ ബ്രീഡാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? ബ്രീഡിന്റെ ഗുണം മാത്രമല്ല സാറേ, ഗുഡ് ട്രെയിനിങ് ആൻഡ് പ്രോമിനന്റ് ഫീഡിങ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോ നോ,
റേസുകളുടെ പഴയകാല ചരിത്രങ്ങളും റെക്കോർഡുകളും പുതുമുഖങ്ങളായ നിങ്ങൾക്കറിയാൻ ന്യായമില്ല. അന്നത്തെ റെക്കോർഡ് ബ്രേക്ക് ഒരു കുതിരയുണ്ടായിരുന്നു, ബ്രൂട്ട് യൂണിവേഴ്സൽ. വടക്കേ അയർലൻഡിൽ നിന്നും 2 കോടി രൂപയ്ക്ക് ഒരു ചെട്ടിയാർ അതിനെ വാങ്ങി ഇവിടെ കൊണ്ടുവന്നു. കോടിക്കണക്കിന് രൂപ ചെട്ടിയാർക്ക് സമ്പാദിച്ചു കൊടുത്ത കുതിരയാണ് ആ പന്തയ കുതിര. അതിന്റെ ആദ്യത്തെ ക്രോസിംഗ് ബ്രീഡാണ് ഇന്നത്തെ തിലകിന്റെ കയ്യിലുള്ള സൂപ്പർ സോണിയ. നമുക്കതിനെ തട്ടിയാലോ മുതലാളി? വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്. മേലിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എന്നോട് സംസാരിക്കരുത്. വി ആർ ഹോഴ്സ് ഓണേഴ്സ്. തിലക് ഈസ് മൈ ക്ലോസ് ഫ്രണ്ട്. ഹായ്. Take your seat. Excuse me? Excuse me. 1 minute. അല്ലേ, നിനക്കൊരു ഫോൺ കോൾ ഉണ്ട്. Okay, Daddy. My arrangements not easy. Thank you very much. Hello. Hi. Sure. Oh, yeah. Oh. Yeah. Oh, yeah. Okay, sir. മോളെ, അനിതേ. അനു ഇങ്ങ് എത്തിയില്ലല്ലോ. അച്ഛനും മോളും കൂടി അല്ലേ പാർട്ടിക്ക് പോയത്? എന്നിട്ടിപ്പോ എന്തായി? ഞാൻ ആ ഫോറിനേഴ്സുമായിട്ട് അല്പം തിരക്കിലായിരുന്നു. അവർക്ക് അഡ്വാൻസ് തരാൻ കണ്ട ഒരു നേരം. അവൾ എന്നോട് പറയാതെ ഇങ്ങും പോകാറില്ലല്ലോ. പെണ്ണിനൊരു ഫോണെങ്കിലും ചെയ്യാമായിരുന്നില്ലേ? മനുഷ്യനെ തീ തീറ്റിക്കുന്നു.
നിങ്ങൾ കുറെ കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് അവൾക്ക്. അതായതിനൊക്കെ കാരണം. മുതലാളി മുതലാളി, നമ്മുടെ സോണിയയെ ഒരു കൂട്ടം ആൾക്കാർ ലോറി കയറ്റി കൊണ്ടുപോയി. ആര്? അറിയില്ല. എടോ നീയൊക്കെ എന്തൊക്കെയായിരുന്നു അവിടെ? നീട്ടിപ്പിടിച്ച തോക്കുമായിട്ടാ അവര് വന്നത്. മിസ്റ്റർ തിലക്, നിങ്ങൾ എന്തിന് ബുദ്ധിമുട്ടുന്നു? നിങ്ങൾക്ക് ആവശ്യമുള്ള പണം ഞാൻ തരാം. പക്ഷേ നിങ്ങളുടെ കുതിര സൂപ്പർ സോണിയായെ എനിക്ക് തരണം. അങ്ങനെ ഒരു ആശ നിങ്ങൾക്കുണ്ടായാൽ ഞാൻ മനുഷ്യനായി മാറും. എന്റെ സൂപ്പർ സോണിയായി ചോദിക്കാൻ മാത്രം നിങ്ങളാരും പറഞ്ഞിട്ടില്ല. മിസ്റ്റർ തിലക്, യു സിറ്റ് ഡൗൺ. മിസ്റ്റർ തിലക്, മിസ്റ്റർ തിലക്. വരൂ. അലക്സ് മുതലാളി ആയിരിക്കും ടിക്കറ്റ്. സത്യം പറയടാ. എന്റെ കുതിര ഇവിടെ, എന്റെ മകനോടെ എല്ലാത്തിനും ഞാൻ കൊന്നുകളയും. നിങ്ങൾക്ക് പറ്റി എന്നെ പറ്റിക്കാൻ നോക്കിയാൽ നീയൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. എവിടെ എന്റെ കുതിരയെ മകളും പറയൂ. അത് വേഗം കാണിക്കരുത്. നടന്ന് എന്താണെന്ന് പറയും, നമുക്ക് മാർഗം ഉണ്ടാക്കാം. മുതലാളി കാര്യം അറിയാതെ ഞങ്ങളെ സംശയിക്കരുത്. നടന്നു എന്താണെന്ന് അറിയിച്ചാൽ ഞങ്ങൾ കൂടി നിങ്ങൾക്ക് സഹായത്തിനുണ്ടാവും. നിങ്ങൾ ആകെ അപ്സെറ്റ് ആണല്ലോ. എന്താ കാര്യം പറയൂ പ്ലീസ്. അലക്സ്, എന്റെ മോളെയും കുതിരയും കാണുന്നില്ല. വാട്ട്? അതിന് നിങ്ങൾ എന്നെ സംശയിക്കുന്നു? എനിക്ക് അങ്ങനത്തെ ഒരു ക്രിമിനൽ മൈൻഡ് ഉണ്ടെന്ന് നിങ്ങളും വിശ്വസിക്കുന്നുണ്ടോ? എന്നെ വിശ്വാസമില്ലെങ്കിൽ അനിൽ, ഇത് തരൂ. നിങ്ങൾക്ക് എന്നെ തന്നെയാണ് സംശയം തോന്നുന്നുവെങ്കിൽ ഇതാ വയ്ക്കൂപിടി. ഒരു സുഹൃത്തിന്റെ കൈകൊണ്ട് നിരപരാധിയായ മറ്റൊരു സുഹൃത്ത് മരിക്കുകയാണെങ്കിൽ ആ ഭാഗ്യം എനിക്കായിക്കൊള്ളട്ടെ. Pick. Come on, Mr. Tilak. Mr. Tilak, ധൈര്യമായിട്ടിരിക്കൂ. നമുക്ക് ഉടനെ തന്നെ എസ് പി എടുത്ത് പോകാം. ഞാനും വരാം. I'm sorry, Mr. Rex. I'm sorry. That's all right. Come on. ചീനു, എന്തോ കുടിക്കാൻ മുതലാളിക്ക് കുടിക്കാൻ പാല് കൊണ്ടുവരട്ടെ? വേണ്ട. ആ വിസ്കി സോഡയും കിടക്ക്. എന്തായി? വിവരം വല്ലതും അറിഞ്ഞോ? ആ, അനു എവിടെയാണെന്ന് അറിഞ്ഞോ? വിവരങ്ങൾ എസ് പി ധരിപ്പിച്ചു. അദ്ദേഹം അന്വേഷണത്തിന് ആളയച്ചിട്ടുണ്ട്. എന്റെ ഈശ്വരാ.
ഹോൾഡിംഗ്. നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യണം. നിങ്ങൾക്ക് എന്ത് വേണം പറയൂ, ഞാൻ തരാൻ തയ്യാറാണ്. നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? ഗോവിന്ദ, നീ ഒന്ന് മനസ്സ് വെച്ചാൽ നാളെ മുതൽ നിന്റെ നില മാറും. എന്റെ അതിന് മനസ്സുകൊണ്ട് എന്ത് പ്രയോജനം സാറേ? പണമാണ് ആവശ്യം നില ഉയരാൻ. നീ ഈ നാട്ടിലെ സൂപ്പർ കുതിരയായ ബ്രൂട്ട് യൂണിവേഴ്സലിന്റെ ഏക ട്രെയിനിയാണ്. അതെ, അതിനെന്താ എത്ര സംശയം? പണം എന്റെ പക്കലുണ്ട്, നിന്നെയും കാത്തു. ചിരിക്കണ്ട, കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. ഗോവിന്ദന് നഷ്ടമുള്ള കാര്യമൊന്നുമല്ല. പറയണം, കേൾക്കട്ടെ. കേൾക്കാൻ സുഖമുള്ളതാണെങ്കിൽ ചെയ്യാൻ മടിക്കില്ല. ബ്രൂട്ട് യൂണിവേഴ്സലിനെ പോലെയുള്ള ഒരു കുതിരയുടെ മുതലാളിയാകണമെന്നുള്ളതാണ് എന്റെ ജീവിതത്തിലുള്ള ഒരേ ആഗ്രഹം. സാറേ, അതിനുള്ള പണശേഷി സാറിന് ഇപ്പൊ ഇല്ല. സത്യം അതാണ്. ശക്തിയില്ലാത്തയിടത്ത് യുക്തി പ്രയോജനപ്പെടുത്തണം. ഇന്നത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഭാവിയിൽ എന്തുകൊണ്ട് എനിക്കൊരു ലീഡിംഗ് ഹോഴ്സ് ഉണ്ടായിക്കൂടാ? സാറേ, ബ്രൂട്ടിനെ അയർലൻഡിൽ നിന്നും ചെട്ടിയാർ വാങ്ങിച്ചത് എത്ര കോടി രൂപയ്ക്കാണെന്നറിയാമോ? 2 കോടി രൂപയാണ് ചെട്ടിയാർ എണ്ണിക്കൊടുത്തത്. ഗോവിന്ദന് ഒരു കാര്യം ചെയ്യാമോ? നാളെ ബ്രൂട്ടിന് പ്രാക്ടീസിന് കൊണ്ടുപോകുമ്പോ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരണം. എന്റെ ലക്ഷ്മി ക്രോസിംഗിന് റെഡിയായി നിൽക്കുകയാണ്. വെറും 1 മണിക്കൂർ മാത്രം. പകരം 50,000 രൂപ ഞാൻ പ്രതിഫലമായി തരും. നമുക്കാർക്ക് നഷ്ടമുള്ള കാര്യമില്ലത്. അവനിൽ നിന്നൊരു ബ്രീഡിനെ എന്റെ ലക്ഷ്മി പ്രസവിച്ചാൽ 10 വർഷം കഴിയുമ്പോൾ ഞാനും ഒരു കൊച്ചു ചെട്ടിയാരാകും. നിന്റെ ഭാവി നന്നായിരിക്കും. എന്ത് പറയുന്നു? ആലോചിക്കാൻ എന്തിരിക്കുന്നു? സമ്മതമാണെന്ന് പറയൂ ഗോവിന്ദ. 50,000 രൂപയാണ് പ്രതിഫലം. നാളെ തിങ്കളാഴ്ച കൃത്യം 7:30 9 മണിക്കുള്ളിൽ കാര്യം നടന്നിരിക്കണം. രാഹുകാലത്തിൽ ജനിക്കുന്ന കുട്ടി രാജ്യം ഭരിക്കുമെന്നാണ് പ്രമാണം. സമ്മതമാണെന്ന് പറയൂ. ശരി, ഞാൻ സമ്മതിച്ചു. ഞാൻ ഇറങ്ങട്ടെ സാർ. ഇതിരിക്കട്ടെ, ഒരു അഡ്വാൻസ് ആയിട്ട്. താങ്ക് യു സർ. ബെസ്റ്റ് ഓഫ് ലക്ക്. അപ്പൊ പറഞ്ഞ പോലെ. വരൂ വരൂ. ഇവിടേക്ക് വാ. ആരംഭിക്ക്. ദാ, ഇല്ലേ, 1 മണിക്കൂർ കൊണ്ട് പറഞ്ഞു വിടണം. വാ.
ഗോവിന്ദ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. സംഗതി ഒത്തു കിട്ടിയാൽ നമ്മുടെ ഭാഗ്യം. ഒന്നും പേടിക്കണ്ട. ഫോറിൽ നിന്നും വന്നതിന് ശേഷം അവന്റെ ആദ്യത്തെ അനുഭവമാണിത്. സംഗതി ഏറ്റു. ഓക്കെ, അതെ, എന്നാ ഞാൻ പറഞ്ഞതുപോലെ വൈകിട്ട് വിളിക്കാം. വരണം വരണം, ഇരിക്കണം. ഈയിടെയായി ഇതേ പല്ലവിയാണ് ഞാൻ കേൾക്കുന്നത്. മുതലാളി പറഞ്ഞ വാക്ക് പാലിച്ചില്ല. ഇതൊരു തരം ചതിയാണ്. ഇനി അവധി പറയില്ല. പിന്നെ പഴയ കണക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്താ മൈക്കിൾ, അലക്സ്, മുസ്തഫ, എവിടെടാ റഷീദും സ്റ്റീഫനും ബാബു ഒക്കെ? സ്റ്റഡ് ഫോമിലുണ്ട്, ഉടൻ വരും. ഈ ഇരിക്കുന്ന മനുഷ്യന് ഞാൻ കടക്കാരനാണ്. അത് വാങ്ങിക്കാനായി അയാൾ ദിവസവും എന്നെ തേടി അലയുന്നു. അതെന്താണെന്ന് വെച്ചാൽ ആ കണക്ക് തീർത്തേക്ക്. അതിനെ ഒട്ടും ബാക്കി വെക്കണ്ട. Come on. ഓടുന്നു, നിൽക്കണവിടെ. രാജു, നീ വണ്ടി എടുക്കും. വേഗം വേഗം പോയി, വേഗം. Come on, change him. Come on, quick, hurry up. എടുക്കണവനെ പൊക്ക്, പിടിച്ചോ. Come on. ഇറക്കണ. വരൂ.
ഇതാണ് വീട്. കൊള്ളാം, നല്ല ഹൗസ് ഓണർ, സത്യസന്ധൻ. വാടകയ്ക്ക് വെള്ളമില്ല. അതെ അതെ, സാർ വന്നാട്ടെ. വന്നാട്ടെ സാർ. എന്നയ്യാ, വീട് വേണം. വിൽക്കരുതല്ല, போலாம். வாங்கறதுக்கு இல்லைங்க, பார்ட்டி வாடகைக்கு வந்திருக்கு. இதுதான் இன்னைக்கு முதல் கிராக்கி. உங்க வீடு கொஞ்சம் திறந்து காட்டுங்களே. பேங்க்ல வேலை செய்யறாரா? அப்படின்னா 250 ரூபா வாடகை, 1000 ரூபா அட்வான்ஸ். உடனே போலாம். இது ஏன் வீடு, அங்க பேசிட்டு அப்புறம் போலாம். വേലയും ജാതിയും പേശിയിട്ടേ കൊന്തം വീട് തരുവുള്ളൂ. ഞാൻ ഇങ്ങ പുതിയതായി വന്ന SI, ബാങ്കിലെ അക്കൗണ്ട് இருக்கு. குட் மார்னிங் சார். സമാധാനമാച്ചോ. உட்காருங்க சார். லலிதா, லலிதா கொஞ்சம் வாமா. என்னங்க? நான் கூப்பிட்டேன். என்னங்க? இவர் இந்த ஊர் SI, வீடு வாடகைக்கு வேணுமா? கொடுக்கலாங்களா? கொடுங்களே. ஆளு நல்லவர் தான். சாவி எடுத்துட்டு வாமா. മോളെ ഏതി പഠിക്കുന്നു? மக இல்ல, சம்சாரம். സംസാരിക്കണ്ട, കൊച്ചേതി പഠിക്കുന്നു இந்த பாரியா. உங்க ஆளுதான், மலையாளி. உடம்பு கொஞ்சம் பெருசு. 1 வருஷமா இந்த போர்ஷன்ல தான் குடியிருந்தா. வாடகையே கொடுக்கல. குடுன்னு சொல்லி இங்க கொண்டாந்து வச்சுக்கிட்டேன். 8 வருஷமாச்சு, கொடுக்கவே இல்லை. குழந்தை, அது ஒண்ணுதான் குறை. ആ കുറവ് ഞാൻ പരിഹരിച്ചോളാം. അയ്യോ, എന്നെ ഉൻ മകനാ പാർത്തിടണം. കിളവന്റെ കുതിര കൊള്ളാമല്ലോ. എവിടെ ഒന്ന് മെരുക്കി എടുക്കണം. വരട്ടെ വരട്ടെ. ഹലോ, ഐ ആം ജയചന്ദ്രൻ. മനസ്സിലായില്ല. പ്ലീസ് വിസിറ്റ് ഔട്ട്. താങ്ക് യു. കമ്മീഷണർ ഈ കേസ് ഉച്ചയ്ക്കാണ് എന്നെ ഏൽപ്പിച്ചത്. വരാനും കാണാനും ഒരല്പം വൈകി. സോറി. മിസ്റ്റർ ജയചന്ദ്രൻ, carry on. എനിക്ക് എന്റെ കുട്ടികളെ ഒരാപത്തും കൂടാതെ രക്ഷിക്കണം. എനി മെസ്സേജ്? ഇന്നലെ രാത്രി ആ ദുഷ്ടൻ എന്നെ ഫോണിൽ വിളിച്ചു. ഇന്ന് കൃത്യം 5 മണിക്ക് വീണ്ടും വിളിക്കാമെന്നും അപ്പോഴവന്റെ ആവശ്യങ്ങൾ ഉന്നയിക്കാമെന്നും പറഞ്ഞു. മീറ്റ് മൈ വൈഫ്, അനിതയുടെ അമ്മ. ഇവിടെ ഇതുവരെ ഒന്ന് കുളിക്കുകയോ ആഹാരം കഴിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. സമാധാനമായിരിക്കും മാഡം. ഞാൻ പരമാവധി ശ്രമിക്കാം. മോൾക്കും കുതിരയ്ക്കും ഒരാപത്തും വരാതെ ഞാൻ തിരിച്ചെടുക്കും. അത് മതി മിസ്റ്റർ ജയചന്ദ്രൻ. വി ആർ ഹാപ്പി. ആ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. 4:30 ഇവിടെ എത്തുന്നതാണ്. പിന്നെ മറ്റു ചില അറേഞ്ച്മെന്റ്സ് ഒക്കെ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. താങ്ക് യു. ആ, ഇവിടുത്തെ ടെലിഫോൺ നമ്പർ 445722. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇരിക്കും. എന്തെങ്കിലും വിവരം കിട്ടിയോ? അതൊരു പകപോക്കലാണെന്ന് മനസ്സിലായി. ഇന്നലെ രാത്രി അവൻ ഫോണിലൂടെ എന്നെ ഒന്ന് വരട്ടി. ആരാണവൻ? എന്റെ ഒരു പഴയ സുഹൃത്തിന്റെ മകൻ ജഗൻ. അപ്പോ നിങ്ങൾ എന്ത് തീരുമാനിച്ചു? ഇന്ന് വൈകിട്ട് കൃത്യം 5 മണിക്ക് അവന്റെ ഡിമാൻഡ് എന്നെ അറിയിക്കാമെന്നാണ് പറഞ്ഞത്. അത് പ്രകാരം ചെയ്താൽ അനിതയെയും കുതിരയെയും തിരികെ വിട്ടയക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ മടിക്കണ്ട. അവൻ ആവശ്യപ്പെടുന്നത് കൊടുത്തേക്കാമെന്ന് നൽകും. അതിന് ഞാൻ തയ്യാറാണ്. പക്ഷേ എനിക്ക് ആവശ്യം കുതിരയും എന്റെ മകളും സുരക്ഷിതമായി ഇവിടെ തിരിച്ചെത്തുകയാണ്. ഫോറിനേഴ്സ് എന്നാണ് വരുന്നത്? അടുത്ത 14-ാം തീയതി. അവരോട് ഞാൻ എന്ത് സമാധാനം പറയും? രൂപ 1-2 അല്ല,
50 ലക്ഷം രൂപയാണ് ഞാൻ അഡ്വാൻസ് വാങ്ങിയത്. സമാധാനമായിരിക്കും. SP അദ്ദേഹം വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു തരും. ഹലോ, മിസ്റ്റർ തിലക്, ഈ കാര്യത്തിൽ നിങ്ങൾ വളരെ പഞ്ചുലാണല്ലോ. ബിക്കോസ് ഇത് നിങ്ങളുടെ സ്വന്തം കാര്യമല്ലേ? ഗുഡ്. നിങ്ങൾ എന്നെ പറ്റിയും എന്റെ അച്ഛനെ പറ്റിയും ഓർത്തു കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ എന്റെ ഡിമാൻഡ് 50 lakh, 50 ലക്ഷം രൂപയാണ്. എന്താ, തരാൻ തയ്യാറാണോ? എന്നാൽ കേൾക്കൂ, വളരെ വ്യക്തമായി കേൾക്കൂ. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്നും 45-ാം നമ്പർ മയിൽക്കുറ്റിയിലുള്ള പാലത്തിന് സമീപം കാണുന്ന പാറയിടുക്കിൽ എന്റെ ജീപ്പ് ഉണ്ടാകും. ആ ജീപ്പിൽ ആ തുക ഒരു ബെഡ് ഹോളറിലാക്കി വെക്കുക. അടയാളമായി പാലത്തിലൂടെ ഒരുവൻ വണ്ടിക്കുതിരയുമായി പോകുന്നുണ്ടാവും. ഇതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചാൽ നിങ്ങളുടെ ഭാര്യ ശാന്തി മകളോടൊപ്പം എന്റെ മക്കളുണ്ടാവും. ഓർമ്മയിരിക്കട്ടെ. കിണറ്റിൽ നിന്നും വെള്ളം കോരിയ കാലം മറന്നു. പട്ടണത്തിലൊക്കെ ഇപ്പൊ പൈപ്പാ. ഇതൊക്കെ മണ്ണിട്ട് മൂടി. അഥവാ ആരെങ്കിലും മൂടാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആളുകൾ ആത്മഹത്യക്ക് ഉപയോഗിക്കുക. കണ്ടാലറിയാം കോരി ശീലമില്ലെന്ന്. ഞാൻ 4 വലി വലിച്ചാ മതി, വെള്ളം ഇങ്ങ് പോരും. എന്നാ വലി, എനിക്ക് വെള്ളം മതി. കുടിക്കാൻ വെള്ളമില്ലാത്തൊരു നാട്, ഒടുക്കലത്തെ ഒരു ട്രാൻസ്ഫർ. കുടിക്കാൻ ഞാൻ തരാം. ഇതിലോരുണ്ട്. പച്ച മലയാളമാണല്ലോ. ജീവിക്കുന്നത് തമിഴിനോടൊത്താണെങ്കിലും മനസ്സ് മുഴുവനും കേരളവും. മലയാളം മറക്കാൻ ഒക്കുവോ? ഒരിക്കലും പറ്റൂല. അവിടത്തെ ആ ശാലീന സൗന്ദര്യം, ആ തെങ്ങും തെങ്ങിന്റെ കോലയും. മതി മതി, കൂടുതൽ വിസ്തരിക്കണ്ട. വെള്ളം എടുത്തങ്ങ് പോയോട്ടെ. ജഗൻ വിചാരിച്ച കാര്യം നേടി. ഇപ്പൊ സമാധാനായോ? ഇതൊരു ആരംഭം മാത്രം. നീ ഒഴിക്കുമോളെ.
അടുത്തുവാ ആത്മദാഹം തീർത്തതാ രജനി അറിയാതിവിടലോത്സവം മദനോത്സവം ഒരുവോളം പങ്കുവയ്ക്കാം ഒരു കുടുക്ക കുളിര് കുളിര് അത് മനസ്സിൽ പകര് പകര് അരികിൽ വന്നേ അത്തളരുമൈ നീ പുണര് 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 കുളിരേ കുളിരേ അത് മനസ്സിൽ പകരേ പകരേ അരികിൽ വന്നേ അത്തളരുമൈ നീ പുണര് 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 നീ കിടന്ന് പേടിക്കാതെടേ, അവൻ ഇപ്പോഴൊന്നും വരത്തില്ല. മുതലാളിയൊക്കെ ഉറങ്ങി കുപ്പിയില് ബാക്കിയുള്ളതും കൂടി അടിച്ച് ഒരു കൊച്ചു മുതലാളിയായിട്ട് വരും. അടിച്ചിട്ട് വന്നാൽ എന്താ, അടിക്കാതെ വന്നാൽ എന്താ, എന്നാ പ്രയോജനം? ആ, ഞാൻ വന്ന് നിനക്ക് രണ്ടായി. പാവം കുട്ടികൾ, അവര് അച്ചായെന്ന് വിളിക്കുന്നത് കേൾക്കാനുള്ള ഭാഗ്യം പോലും എനിക്കില്ലാതെ പോയി. ഇനി പ്രസവിക്കണ്ടേ ഏട്ടാ? പ്ലാനിങ് നടത്തിയാലോ? എന്റെ കൂടി ഒന്ന് ആശുപത്രി വരെ വരാമോ? എന്തിനാടി ഞാൻ? നിന്റെ സ്വന്തം ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോ ആരെങ്കിലും കണ്ടാ ഞാൻ കുഴപ്പത്തിലാവും. മുതലാളി കണ്ടാ എന്റെ ജോലിയും പോകും. എടി ജാനു, തുറക്കടി കോവിൽ, അല്ല വാറി. ആ പെണ്ടി ഉണ്ടല്ലോ, അവന്റെ മൊട്ടത്തലയ്ക്ക് ഒരൊറ്റ അടി അടിച്ചു നിൽക്കും. നിനക്ക് വല്ല വിഷം കൊടുത്ത് കൊന്നൂടെ? ശല്യം ഒരു അണ്ണാർക്കണ്ണന്ന് എത്രേ ഉള്ളൂ, മനുഷ്യനെ ശല്യപ്പെടുത്താൻ നടക്കുക. എടി തുറക്കാൻ. ജാനു, നീ തുറന്നില്ലെങ്കിൽ കുട്ടി ഞാൻ പോയിട്ട് തുറക്കാൻ. എടി തുറക്കുന്നില്ലയോ? എടേ, ആരായിരുന്നടി ഇവിടെ? എടീ, ഇവിടെ ഇതുവരെ ആരുണ്ടായിരുന്നു? സോറി ജാനു, വാതിൽ തുറന്നപ്പോ ഒരു മണം, അത് ഞാൻ തന്നെ. ഒരുമാതിരി അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. പൂക്കറ്റം കുടിച്ച് പാതിലേക്ക് വന്ന് കയറും. മനുഷ്യനെ കിടത്തി ഉറക്കാൻ സമ്മതിക്കില്ല. നിങ്ങളെ കൊണ്ട് ഒരു പ്രയോജനമില്ല. എടേ, എന്ത് പറഞ്ഞു? പ്രയോജനമില്ലെന്നോ? എന്നെ കൊണ്ട് ഒരു പ്രയോജനമില്ലെന്നോ? ഒന്നും. അപ്പൊ രണ്ട് പിള്ളേരോ? അതാണുങ്ങൾക്കുണ്ടായതാ. എന്തെങ്കിലും പറഞ്ഞു? പറഞ്ഞു, ചോറ് വിളമ്പിട്ടേന്ന്. എടി നീ ഒന്ന് വാ, പിന്നെ മതി ചോറ്. ലുക്ക് ജോണി, ഇനി ഇവിടെ താമസിക്കുന്ന ആപത്താണ്. ആളൊഴിഞ്ഞ ഒരു സ്ഥലം കണ്ടുപിടിക്കണം. ഇത്തരം പല സന്ദർഭങ്ങളെ അതിജീവിച്ച ജഗന് ഇങ്ങനെ ഒരു മാറ്റം വരാൻ കാരണം? ഭയന്നിട്ടല്ല, നിയമത്തിന്റെ മുമ്പിൽ കുറ്റവാളികളാണ് നാം. സമൂഹം കുറ്റവാളികളാക്കി. എന്റെ കുടുംബത്തെ നശിപ്പിച്ചവനോടുള്ള പ്രതികാരമാണത്. നിന്റെ ശത്രുവിനെ നശിപ്പിക്കാൻ നമ്മുടെ തോക്കുകൾക്ക് ശക്തിയില്ലേ ജഗൻ? അങ്ങനെ ഞാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ആ കഥ എന്നേ പറയുമായിരുന്നു. സ്വന്തം മകളെയും വിലയേറിയ കുതിരയെയും കാണാതെ അവൻ ഇഞ്ചിഞ്ചായി മരിക്കണം. ഇനി ആലോചിക്കാൻ സമയമില്ല. കമാൺ, ഹറിയം.
സാർ എന്നെ പറ്റി എന്ത് വിചാരിച്ചു? ഇതുവരെ ഒന്നും വിചാരിച്ചിട്ടില്ല. എന്തു പറ്റി? സാറെ പിടിച്ചു. ആരെ? സാർ ആരെ പിടിക്കണമെന്ന് ഉദ്ദേശിച്ചോ അവളെ ഞാൻ പിടിച്ചു. തനിക്ക് എന്തു പറ്റി? സാർ അന്വേഷിക്കുന്ന കഥാപാത്രത്തിനെ ഞാൻ കസ്റ്റഡിയിലെടുത്തു. സംശയമുണ്ടെ സാറിന്റെ വീട്ടിൽ ഒന്ന് നോക്കണം, ഞാൻ കാണിച്ചു തരാം. സമയം കളയാതെ പോയി ആഹാരം റെഡിയാക്കാൻ നോക്ക്. ഓഹോ, സാറിന് എന്നോടൊപ്പം വരാൻ നാണമാണല്ലേ? കാരണം ഞാൻ കേവലം ഒരു ആർഡർലി ആണല്ലോ. ഒരു PC ഒരു വലിയ കേസ് കണ്ടുപിടിച്ചെന്ന വാർത്ത പത്രത്തിൽ ഫോട്ടോ സഹിതം വരുമെന്നുള്ള അസൂയ കൊണ്ടാണല്ലേ സാർ സാറിന്റെ വീട്ടിൽ വരാത്തത്? തനിക്ക് എന്ത് പറ്റി വീര? കാര്യം പറഞ്ഞു വിളിക്കും. വല്ല സ്വപ്നം കണ്ടോ? ഉറങ്ങുന്നവരല്ലേ സ്വപ്നം കാണൂ. ഞാൻ ഉറങ്ങിയിട്ടില്ല സാർ. 3-4 ദിവസമായി ഊണും ഉറക്കമില്ലാതെ നടക്കുകയാണ്. ആ റേസ് കുതിരയെ ഞാൻ പിടിച്ച് വീട്ടിൽ പൂട്ടി. സാർ സംശയമുണ്ട്, വീട്ടിൽ ഒന്ന് നോക്കണം. ഈ ഒറ്റ കാരണം കൊണ്ട് സാർ എനിക്ക് പ്രൊമോഷൻ മേടിച്ചു തരണം. അന്ന് എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന PC ഇന്ന് SI ആണ്. അയാൾ എന്നെ പുച്ഛിക്കുന്നു സാർ. സാർ എന്റെ സ്റ്റാറ്റസ് ഒന്ന് ഉയർത്തി തരണം സാർ. എനിക്ക് ആ ട്രാഫിക് കൂടെ മറക്കാൻ കഴിയില്ല സാർ. സാർ പ്ലീസ് ഒന്ന് എത്തിത്താ സാർ. സാർ ഒന്ന് നോക്ക് സാർ. ഒന്ന് എത്തിത്താ സാർ പ്ലീസ്. പ്ലീസ് സാർ എന്റെ സ്റ്റാറ്റസ്. അടിപെട്ടോ? വരണം സാർ. ഒന്നും പറ്റില്ല. ഇതാ നിൽക്കുന്നു ആകാശം. അവള് ഓടി ഓടി തളർന്നു. എന്താ സാർ? എന്താണ് സാർ? എന്ത് പറ്റി സാർ? സാർ ഇതാണല്ലേ കാണാതെ പോയി റേസ് കുതിര? അതെ. എന്നാ ഇത് റേസ് കുതിര അല്ല, ഇത് വണ്ടി വലിക്കുന്ന കുതിരയാ. തനിക്ക് വണ്ടി കുതിര കണ്ട പരിചയമുള്ളൂ, അതാ അബദ്ധം പറ്റിയത്. അപ്പൊ ഇത് തെണ്ടിക്കുതിരയാണല്ലേ സാർ? പിന്നല്ലാതെ. സോറി സാർ. വെറുതെ സമയം മെനക്കെടുത്താൻ. സാർ ഇയാളാണ് എന്റെ കുതിര മോഷിച്ചത്. എടോ, വെയിറ്റ്. ഇയാൾക്ക് അബദ്ധം പറ്റിയതാണ്. ഐ ആം CBI ഓഫീസർ. സാർ ഇതെന്റെ ഓർഡർലി PC വീരൻ. ആ ജന്തുവിനെ ഇറക്കി വിടോ. യെസ് സാർ. നിങ്ങൾ എന്നെ കൊണ്ടുപോകണം. എന്റെ മാനം കെടുത്തിയല്ലോ ശാവം. എടി പുല്ലേ കുതിരയുടെ മോളെ എന്നെ അധോഗതിയാക്കാം. ഓരോ പിന്നെ ദൈവം ഉണ്ടാക്കി. നിങ്ങൾ സ്റ്റേഷനിൽ വന്ന് നിയമാനെ കാണണം. ശരി സാർ. ഇതെന്തൊരു വധുവല്ല. അയ്യോ ശ്രീകരം. അതാ കൊണ്ടുപോ. എരണകേട്. ഈ പന്ന കോവർ കഴുത കാരണം ഇതുവരെ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന എന്റെ നല്ല പേര് പിന്നെയും പോയി. അവളെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി? നോ ഷീസ് ഓൾ റൈറ്റ്. നിനക്കുള്ള ഡ്രസ്, നിന്റെ വീട്ടിലെ സുഖസൗകര്യങ്ങളൊന്നും ഇവിടെ കാണില്ല. ആഹാരം കഴിക്കും. നീ ഇങ്ങനെ വാശി പിടിച്ചാൽ പട്ടിണി കിടന്ന് ചാവേണ്ടി വരും. നീ ചത്താ എനിക്കൊരു ചുക്കുമില്ല. കുതിരയെ കൊണ്ട് രക്ഷപ്പെടുന്നു.
ഇവൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ഒളിച്ചോടാൻ ശ്രമിച്ച രണ്ടിനെയും കൊന്നുകളെ. ഇത്രയും ട്രെയിൻ എടുത്ത് നിന്നെയും ഇതിനെയും ഇവിടെ താമസിപ്പിച്ചത് എനിക്ക് ഭ്രാന്തുണ്ടായിട്ടല്ല. എന്റെ അച്ഛനെ നശിപ്പിച്ച നിന്റെ തന്തയോടുള്ള പ്രതികാരം തീർക്കാൻ 14 വയസ്സ് മുതൽ എന്റെ മനസ്സിൽ ആളിക്കത്തുന്ന വൈരാഗ്യം നിനക്കറിയില്ല. എന്നാൽ നീ അതറിയണം. മോനെ മോനെ, ആ തിലക മുതലാളി കുണ്ടകളെ വെച്ച് തല്ലി ചീപ്പ് കയറ്റി അച്ഛനെ ഈ ഇതിലാക്കി പോലെ അച്ഛൻ ഇനി അധിക നേരം ജീവിച്ചിരിക്കില്ല പോലെ. അച്ഛനെ ഈ വിധത്തിലാക്കിയ ദുഷ്ടനോട് ഞാൻ പ്രതികാരം ചെയ്യും. മോനെ അച്ഛാ, 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 അച്ഛനെ വല്ലാതാവുന്നു. അച്ഛനൊന്നുമില്ല അച്ഛാ. ഡോക്ടറെ വിളിക്ക്. എന്റെ അച്ഛനൊന്നുമില്ല. ഡോക്ടറെ വിളിക്ക്. അച്ഛാ, അച്ഛാ, ഡോക്ടറെ വിളിക്ക്. അച്ഛാ. അങ്ങനെ എന്റെ അച്ഛൻ വേദനിച്ച് മരിച്ചതുപോലെ നിന്റെ തന്തയും തീ നിന്ന് മരിക്കണം. അത് കണ്ടാലേ എന്റെ മനസ്സ് തണുക്കും.
പോയ കാര്യം എന്താ ജഗൻ? Done. Success. Come on, let's enjoy. എന്നാൽ ഇനി അനിതയും കുതിരയും തിരിച്ചയക്കാമല്ലേ ജഗൻ? ഹ, അത്ര പെട്ടെന്ന് അങ്ങ് പറഞ്ഞയച്ചാലോ? ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ ഒന്നും ചെയ്യാതെ അങ്ങ് പറഞ്ഞയച്ചാൽ നാട്ടുകാരെന്ത് പറയും? Come on. Come on. Johnny! ജഗൻ, തിലക്, എന്നെ നീ വിട്ടിയാക്കാൻ ശ്രമിക്കണ്ട. വാ. അഭിപ്രായം കാണിക്കരുത്. നിങ്ങൾ ഇവരെ കൊന്നാൽ പണം ഓടി വരുമോ? ഞാൻ പറയുന്നത് കേൾക്കൂ. പണം ഞാൻ വാങ്ങിത്തരാം. എന്നെ വിശ്വസിക്കൂ പ്ലീസ്. നിങ്ങളെ വിശ്വസിച്ച അനിതയെ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? പറയൂ. പാവം, ഈ നാക്കിലെ പ്രാണിയെ കൊല്ലരുത്. ഈ തോക്കൊണ്ട് എന്നെ വെടിവെക്കൂ. ഇതൊന്നും കാണാതെ എനിക്ക് മരിക്കല്ലോ. ചതയനായ നിന്റെ അച്ഛനെ ഞങ്ങൾ അങ്ങനെ എളുപ്പം കൊല്ലില്ല. ഇഞ്ചിഞ്ചായി പെടഞ്ഞു പെടഞ്ഞു മരിക്കും. വെയിറ്റ് ആൻഡ് സീ. എന്റെ ഡാഡി ഒരിക്കലും ഇത് ചെയ്യില്ല. ഡാഡിയെ കൊണ്ട് ആരോ ചെയ്യിച്ചതാണ്. നമ്മൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ സൂക്ഷിക്കണം. ഞാനിതാ വരുന്നു. നിങ്ങളുടെ പ്ലാൻ അനുസരിച്ചാണ് ഞാൻ നീങ്ങിയത്. ഇപ്പൊ നിങ്ങൾക്ക് അവനെ പിടികൂടാനും കഴിഞ്ഞില്ല. ഞാൻ അവന്റെ മുമ്പിൽ മറ്റൊരു ചതിയനാണെന്ന പേര് സമ്പാദിച്ചു. പണം കിട്ടാത്ത നിലയ്ക്ക് അവൻ നിരാശപ്പെട്ടിരിക്കാം. തുകയും കൈപ്പറ്റി അവൻ കുതിരയും മകളെയും വിട്ടയക്കുമെന്നതിന് എന്താണ് ഉറപ്പ്? ദാറ്റ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ്. നിങ്ങളുടെ കേസ് ഹാൻഡിൽ ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റ് ആണ്. കുതിരയെയും അനിതയെയും തിരിച്ചെടുക്കേണ്ട ആവശ്യമാണെങ്കിൽ യു മസ്റ്റ് ഫോളോ മീ. ഞങ്ങൾ പറയുന്നത് അനുസരിച്ചേ പറ്റൂ. മിസ്റ്റർ തിലക്, നിങ്ങൾ ജയിച്ചു എന്ന് കരുതണ്ട. ഈ പുതിയ അടവ് പോലീസ് ബുദ്ധിയാണെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായി. നിങ്ങൾക്ക് ഇനിയും സമയം തരാം. എന്റെ ഫൈനൽ തീരുമാനമായി നമുക്കൊന്നുകൂടി ഏറ്റുമുട്ടാം. ഓക്കെ? സമാധാനമായി നമുക്ക് ഒഴിവുണ്ടാക്കാം. എന്തുപറ്റി? കുതിരയെ കാണാനില്ല. നിന്റെയൊക്കെ മുടിഞ്ഞൊരു ഉറക്കം. അവൾ രക്ഷപ്പെട്ടു കിടന്നു. എത്രയും വേഗം പോയി പിടിച്ചോണ്ടോ. നമ്മൾ കഷ്ടപ്പെട്ട് വെറുതെ ആയെന്ന് തോന്നുന്നു ജഗൻ.
അയ്യോ അമ്മേ ഹായ് ആഹാ മാർക്കറ്റ് മുഴുവനും വാങ്ങിച്ച ലക്ഷണമാണല്ലോ. വാങ്ങിക്കാതിരിക്കാൻ പറ്റുമോ? കണ്ടില്ലേ മുരിങ്ങയ്ക്കയും ചിക്കനും. സാറ് രഹസ്യാന്വേഷണ വകുപ്പിലല്ലേ? അയ്യോ ഓരോ ദിവസം കഴിയുന്തോറും ആഹാരത്തിന്റെ പ്രിപ്പറേഷൻസ് വളരെ നന്നായിരിക്കുന്നു. നിങ്ങൾ കുക്കിംഗിൽ ഒരു എക്സ്പേർട്ട് ആണല്ലോ. ഞാൻ കുക്കൊന്നും അല്ല സർ. ഗതി കെട്ടപ്പോ ഇങ്ങനെ ആയിപ്പോയതാ ആർഡർലി പണി. ഗതി കേട്ടോ? ആര്? ഞാൻ തന്നെ. ഞാൻ നമ്പർ 1 ട്രാഫിക് കോൺസ്റ്റബിൾ ആയിരുന്നു. ഒരു റിവർഷനിൽ വല്യമാൻ എന്നെ ആർഡർലി ആക്കിയതാ. റിവേർഷൻ ആകാൻ കാരണം? അതൊരു ഫ്ലാഷ് ബാക്ക് ആണ് സാർ. നല്ല രസമാണ്. രസം വേണ്ട. ഈ രസമല്ല, മറ്റേ രസം. ഫ്ലാഷ് ബാക്ക് നല്ല രസമാണെന്ന്. പറയൂ, കേക്കട്ടെ. പോങ്ങ 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 പോങ്ങ. പോയിട്ട് വരുങ്ങ. പോങ്ങ പോങ്ങ. സ്റ്റോപ്പ് സ്റ്റോപ്പ്. പോയാ നിർത്തുന്നേ? ഏ സ്റ്റാർട്ട് ആകല്ലേ? യോ സെൽഫ് വേണ്ട, പോ. പോയാ என்னையாது கலைஞா என்ன டான்ஸ் ஆடுற? டிராபிக் பாக்குற அழகா பாரு. முடியாது. சார் 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 எக்ஸ்கியூஸ் மீ சார். சார் சார் நான் பண்றேன் சார். സാർ സാർ സംഭവം കൊള്ളാം. എന്നാ ഞാൻ പോട്ടെ സാർ. രാത്രി പഞ്ഞിയും കയറും കഞ്ഞിയും പയറും. സാർ അതാ നോക്ക്, ജോണി ജോണി വരും നോക്ക്. ഹായ് 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 ജോണി. നിൽക്കുന്ന സ്റ്റൈലല്ലേ കളി കളി നമുക്ക് കളിക്കാം. വേണു ഇതെന്തത്?
മറ്റാർക്കും നിന്നെ വേണ്ടായിരിക്കും, പക്ഷെ എനിക്ക് നിന്നെ വേണം. ഇതിനാണ് എന്നെ കാട്ടിക്കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെ വെച്ചോ. സുന്ദരിയായ ഒരു പെണ്ണിയും വെച്ചു നോക്കി വയ്ക്കാൻ എനിക്കാവില്ല. നീയാണോടാ ഒരു കൂട്ടുകാരൻ? നാണം കെട്ടവൻ. ഇന്നു മുതൽ ഇവൾ ഇവിടുന്ന് പോകുന്നവരെ ഇവിടെ ശരീരത്ത് ആരും തൊട്ടുപോകരുത്. ബലാത്സംഗം ചെയ്യാനല്ല ഇവളെ ഇവിടെ കൊണ്ടു താമസിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാം കൂടി ഇവിടെ സുഖമായി താമസിച്ചോ. ഞാനിവിടെ നിന്നാൽ ഇവിടെ പലതും നടക്കും. നമ്മുടെ ലക്ഷ്യം മറക്കാതെ പ്രവർത്തിച്ചാൽ എല്ലാവർക്കും നല്ലത്. മറിച്ചാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ ഇവിടെ താമസിക്കാൻ വന്നവനല്ല. എങ്കിൽ നിനക്ക് ഇവിടുന്ന് പോവാം. ഭീഷണിയാ? പേടിപ്പിക്കാതെ. ഞാൻ വിചാരിച്ചാലും ചിലതൊക്കെ നടക്കും. എന്നാൽ അതിനെ നേരിടാൻ ഞാൻ തയ്യാറാണ്. ഐ സീ യു ക്ലിയർ ഔട്ട്. ആന്റി സമാധാനമായിരിക്കും. അനിതയ്ക്കൊന്നും സംഭവിക്കില്ല. ഇല്ല മോളെ, നിനക്കറിയില്ല. പ്രസവിച്ച അമ്മയ്ക്ക് അറിയാവൂ അതിന്റെ ദുഃഖം. ഇങ്ങനെ നോക്കിയിരിക്കാതെ ആന്റി വല്ലതും കഴിക്കൂ പ്ലീസ്. പട്ടിണി കിടന്നാൽ മറ്റു വല്ല അസുഖം പിടിക്കും. പിടിക്കട്ടെ, അങ്ങനെയെങ്കിലും ഒന്ന് മരിക്കാവല്ലോ. ഇങ്ങനെ ഇഞ്ചിഞ്ചായി ചാവുന്നതിലും ഭേദം അതാണ്. അച്ഛനും മോളുമായി എന്നെ കൊല്ലാതെ കൊല്ലുകയാണ്. ഇന്നു മുതൽ ഇവൾ ഇവിടുന്ന് പോകുന്നവരെ ആരും ഇവളുടെ ശരീരത്തോട്ട് പോരും. ബലാത്സംഗം ചെയ്യാനല്ല ഇവളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത്. എന്നെ കൂടെ ഒന്ന് കേട്ടാമോ? ബാലൻസ് ഉണ്ടെങ്കിൽ കയറിക്കോളൂ. ശരി. ഹലോ മിസ്റ്റർ തിലേ, കമാ. താമസിച്ചപ്പോ വരില്ലെന്ന് കരുതി. വെരി മച്ച്. എനിക്ക് മൂടില്ലെങ്കിലും വരാതിരിക്കേഷനാണല്ലോ നിങ്ങളുടെ. സോ ലെറ്റ് us celebrate. Come on, let us enjoy. കൊണ്ടുവരും സ്വർഗവധൂടികളെ, നിത്യകുമാരികളെ, സ്വർഗവധൂടികളെ, നിത്യകുമാരികളെ, മാർച്ചുമാസപ്പുലരികളിൽ മധ്യവേനൽ ചിറകുകളിൽ സ്വർണ്ണദൂതുകൾ കൊണ്ടുവരും
can't select, we can't reject. അതാണു ജീവിത മാർഗം. സ്വർഗവധൂടികളെ, നിത്യകുമാരികളെ. രാത്രികൾ കുറഞ്ഞ പകലുകൾ നിറഞ്ഞ ദീർഘയാത്രയാകാം. രാത്രികൾ കുറഞ്ഞ പകലുകൾ നിറഞ്ഞ ദീർഘയാത്രയാകാം. മോക്ഷപദങ്ങൾ മനസ്സിലിണങ്ങിയ തീർത്ഥയാത്രയാകാം. ആഹാ, മോക്ഷപദങ്ങൾ മനസ്സിലിണങ്ങിയ തീർത്ഥയാത്രയാകാം. We can't predict, we can't credit. അതാണു ജീവിതയാത്ര. എന്താ ഇത്ര സൂക്ഷിച്ചു നോക്കുന്നത്? കണ്ടിട്ടില്ലേ? അതുകൊണ്ടാ നോക്കിപ്പോയത്. ദൈവം അനിതയ്ക്ക് പണവും സൗന്ദര്യവും ഒരുമിച്ച് വന്നിരിക്കുന്നു. ഞാൻ കരുതി എന്റെ ഈ നിലയിൽ പശ്ചാത്തപിച്ചിട്ടുള്ള സന്തോഷമായിരിക്കുമെന്ന്. അനിതയ്ക്ക് എന്താ ഇവിടെ ഒരു കുറവ്? സമയത്ത് ആഹാരം എല്ലാം കിട്ടുന്നില്ലേ? പിന്നെ AC മൂടി കിടന്ന് ഉറങ്ങാൻ സാധിക്കുന്നില്ല. അതിന് ഞാനാ ഉത്തരവാദി. വിഷമിക്കണ്ട, എത്രയും വേഗം അയച്ചേക്കാം. ഇനി പോകാൻ മനസ്സിലെങ്കിലോ? എനിക്ക് കിട്ടാനുള്ള തുക കിട്ടിയാൽ ഞാൻ ഇവിടുന്ന് സ്ഥലം വിടും. അനിത ഒറ്റയ്ക്ക് കാട്ടി താമസിച്ചോ? കൂട്ടിന് ജോണിയെ കണ്ടുപിടിച്ചയക്കാം. നമുക്ക് അങ്ങോട്ട് പോവാം. അതങ്ങ് അഴിച്ചു കളാ. എങ്ങനെങ്കിലും ഒന്ന് ഇറങ്ങി വാ.
എന്തായാലും യാത്ര ചോദിക്കുകയാണോ? സോണിയെ വിട്ടു വലിയ വിഷമമുണ്ടോ? ധൈര്യമായിട്ട് പോയി വരും. അവൾക്ക് ഞാനില്ലേ? കുറച്ചു ദിവസത്തെ പരിചയമേ നാം തമ്മിൽ ഉള്ളുവെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞ പോലെ തോന്നുന്നു ജഗൻ. സത്യത്തിൽ അയക്കാൻ മനസ്സുണ്ടായിട്ടല്ല. പിന്നെ അനിതയുടെ നിർബന്ധം കൊണ്ടും എന്റെ വാശി കൊണ്ടും ഞാനത് സംഭവിച്ചു. പണവുമായി എത്രയും വേഗം അനിത വരണം. പകരം എന്നെ പറ്റിക്കാൻ നോക്കിയാൽ ഞാനൊരു മൃഗമായി മാറുമെന്ന് പോയി ഡാഡിയോട് പറഞ്ഞേക്കും. അതിൽ വരുന്ന നഷ്ടം എന്താണെന്നത് അനിതയ്ക്ക് ഊഹിക്കാമല്ലോ. കൂട്ടിന് സുരേഷിനെ കൂടെ അയക്കാം. വരും. ചായ. മോള് വന്നു. മമ്മി, ഡാഡി, അനു, മോളെ. മോൾ എങ്ങനെ രക്ഷപ്പെട്ടു? എവിടെ മോളെ കുതിര? ഡാഡി പേടിക്കണ്ട, കുതിര വളരെ സേഫാണ്. മോളെ, പിന്നെ ആ ദുഷ്ടൻ ഉപദ്രവിച്ചോ? ജേകം വളരെ നല്ല മനുഷ്യനാണ്. ഡാഡിയുടെ ദേഷ്യവും വൈരാഗ്യവും ഡാഡി ചെയ്തതും തെറ്റാണ്. ഓ, ഇപ്പൊ ഞാനാണ് തെറ്റുകാരൻ. ഡാഡി പറഞ്ഞ പണം കൊടുത്തിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ഇങ്ങ് വന്നേനെ. എവിടെയാണ് മോളെ നിങ്ങളെ ഒളിപ്പിച്ചിരുന്നത്? ഇന്നോടെ അവന്റെ കഥ ഞാൻ കഴിക്കും. പറയും മോളെ, എവിടെയായിരുന്നു? ഇതാരാ ഡാഡി? മിസ്റ്റർ ജയചന്ദ്രൻ, CBI ഓഫീസറാണ്. ഹലോ. ഹലോ. സമാധാനത്തിൽ കൂടിയേ അയാളെ നേരിടാൻ സാധിക്കൂ. നിങ്ങൾ തമ്മിൽ നല്ല അടുപ്പമല്ലേ? ആ നിലയ്ക്ക് നല്ല ടേംസിലായിരിക്കുമല്ലോ വിട്ടയച്ചത്. അതെ, അയാൾ ആവശ്യപ്പെട്ട പണം ഞാൻ കൊണ്ട് കൊടുക്കാമെന്ന് വാക്കു കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. നോ, നോ, ഒരിക്കലും ഞാൻ അവന് പണം കൊടുക്കില്ല. ഡാഡി, അപ്പൊ ഞാൻ കൊടുത്ത വാക്കിന് വിലയില്ലേ? നമ്മുടെ കുതിര എവിടെയാണുള്ളത് അത് ഓർക്കണം. നിങ്ങൾ ഇങ്ങനെ വാശി പിടിക്കരുത്. എന്റെ മോൾ അവനുമായ ഒരു ഗുഡ് ടേംസിലായ നിലയ്ക്ക് ഇനി പണം കൊടുക്കുന്നത് ശരിയല്ലേ നിനക്ക്? നിന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് ചിലത് ഊഹിക്കാൻ കഴിഞ്ഞു. സോ പണത്തേക്കാൾ ഉപരി വിലപിടിപ്പുള്ള പറയൂ ഡാഡി. നിന്നെ തന്നെ അവന് സമ്മാനമായി കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു ഡിയർ. താങ്ക് യു ഡാഡി. ഗുഡ്. അത് തന്നെയാണ് ഞാനും പറയാൻ ഉദ്ദേശിച്ചത്. എന്റെ മകളെ ഒരു കള്ളനും കൊള്ളക്കാരനും കല്യാണം കഴിച്ചു കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. നമ്മുടെ മകൾ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ദിവസങ്ങൾ താമസിച്ചിരിക്കുന്നു. ആ നിലയ്ക്ക് അവർ പരസ്പരം അടുത്തിരിക്കും. ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകൾ ചെയ്തിട്ടില്ലെന്ന് എങ്ങനെ അറിയാം? ചെറുപ്പമാണ്. എനിവേ, എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ? നോക്ക്, അവളുടെ ഒരു സന്തോഷം. നിങ്ങളുടെ ചേഞ്ചിൽ ഞാൻ അഭിമാനിക്കുന്നു. തികച്ചും ഇതൊരു ചാലഞ്ചായി എടുത്ത് എന്റെ മോളെ അപകടത്തിലാക്കരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഡാഡി പറഞ്ഞതിൽ മോക്ക് എതിരഭിപ്രായമൊന്നുമില്ലല്ലോ? ജഗൻ നല്ലവനാ മമ്മി. ഐ ലൈക്ക് ഹിം. ഐ ലവ് ഹിം.
പൂജ മലരുകളോടെ ഹൃദയമെന്ന തളികയിൽ നിറയെ പ്രണയ പൂജ മലരുകളോടെ മൗന സമ്മത ശംഖുലി കേൾക്കാൻ മൗനമായി ഞാൻ കാത്തിരുന്നു മൗന സമ്മത ശംഖുലി കേൾക്കാൻ മൗനമായി ഞാൻ കാത്തിരുന്നു കാതോർത്തിരുന്നു തിങ്കളാഴ്ച നോയമ്പിരുന്നു തമ്പുരാനെ തപസ്സിരുന്നു തിങ്കളാഴ്ച നോയമ്പിരുന്നു തമ്പുരാനെ തപസ്സിരുന്നു രണ്ടു തുളസി ദളങ്ങളായ മിഴികൾ അർച്ചന ചെയ്തിരുന്നു എത്ര നാളുകളിൽ എത്ര രാവുകളിൽ ഓ എത്ര നാളുകളിൽ എത്ര രാവുകളിൽ നിന്റെ നിത്യനിദാന നിവേദ്യം നുകരുവാനിൻ മനസ്സിന് ദാഹം നിന്റെ നിത്യനിദാന നിവേദ്യം നുകരുവാനിൻ മനസ്സിന് ദാഹം എന്റെ രാത്രികൾ നീ വരവേൽക്കാൻ എന്നു മുതലേ കാത്തിരിപ്പൂ എന്റെ രാത്രികൾ നീ വരവേൽക്കാൻ എന്നു മുതലേ കാത്തിരിപ്പൂ ഞാൻ നോറ്റിരിപ്പൂ തിങ്കളാഴ്ച നോയമ്പിരുന്നു തമ്പുരാനെ തപസ്സിരുന്നു തിങ്കളാഴ്ച നോയമ്പിരുന്നു തമ്പുരാനെ തപസ്സിരുന്നു രണ്ടു തുളസി ദളങ്ങളായ മിഴികൾ അർച്ചന ചെയ്തിരുന്നു എത്ര നാളുകളിൽ എത്ര രാവുകളിൽ ഓ എത്ര നാളുകളിൽ എത്ര രാവുകളിൽ ലാ 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 വാ മോളെ കുളിച്ച് ഡ്രസ് മാറ് വല്ലതും കഴിക്കാം. ശരി മമ്മി. ഏതായാലും കുഞ്ഞിങ് വന്നല്ലോ, അത് മതി. ഒരു കുതിര പോയാൽ 1000 കുതിരയെ മുതലാളിങ് കൊണ്ടുതരും. അല്ല സാറേ, വീട്ടിൽ ജാനുവുമായി വഴക്കൊന്നുമില്ലല്ലോ? എന്റെ കുഞ്ഞെ, ഞാൻ അവളുമായി പിണങ്ങാറില്ല. പിന്നെ ഞാൻ അല്പം ഫിറ്റായി ചെല്ലുന്നതാ പരാതി. നിന്നെ ഞാൻ എത്ര പ്രാവശ്യം ഉപദേശിച്ചതാ ഈ കുടിയൊന്ന് നിർത്താൻ. അമ്മച്ചി, അത് ഈ ജന്മം നടക്കണ കാര്യമല്ല. ഞാൻ ഇവിടുത്തെ സർവന്റാ. ഞങ്ങളുടെ ക്രെഡിറ്റ് അതിലാ. അല്പം മദ്യപിക്കാത്തവനാണല്ല അമ്മച്ചി. ഓ, പിന്നെ ഇക്കാര്യത്തിൽ ഗുരു എന്റെ സാറാ. ആഹാ, ഒടുവിൽ കുറ്റം അദ്ദേഹത്തിന്റെ തലയിലിട്ടു. ഞാൻ കരുതി നീ എന്നെ പറ്റിക്കുന്നു. നെവർ ജഗൻ. കഴിഞ്ഞ രാത്രികൾ ഞാൻ ഉറങ്ങിയിട്ടില്ല ജഗൻ. നല്ല ക്ഷീണമുണ്ട്. ഉറങ്ങുമായിരുന്നില്ലേ? വീട്ടിലേക്കല്ലേ പോയത്? ജഗനില്ലാത്ത രാത്രികൾ ഐ കാൻറ്റ് ഇമേജിൻ. സോ പണവുമായി വരാമെന്ന് പറഞ്ഞല്ലേ പോയത്? എവിടെ പണം? പണമോ? എന്തിന്? ഡാഡി എന്നെ തന്നെ ജഗന് തന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ എല്ലാ സ്വത്തുക്കളും ഇനി മുതൽ ജഗന്റേതാണ്. എന്നെ വിശ്വസിക്കൂ. എല്ലാവരും ഇവിടെ കാണും. സാറണ്ടാവുന്നതാണ് നിങ്ങൾക്ക് നല്ലത്.
എടീ, നീ എന്നെ ഒറ്റ കൊടുക്കായിരുന്നില്ലേ? സ്നേഹിച്ചു കൊല്ലുന്ന വർഗമല്ലേ? ഇതും ഇതിനപ്പുറവും ചെയ്യും. സറണ്ടർ ആവുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഇല്ല ജഗൻ, എനിക്കൊന്നും അറിയില്ല. പ്ലീസ്. അറിയില്ലല്ലേ? എന്നെ വിടൂ, വിടൂ ഡാഡി. ഡാഡി. ആരും ഒരടി മുന്നോട്ട് വെച്ചു പോരുത്. വച്ചാൽ നിങ്ങൾ അറ്റാക്ക് ചെയ്യരുത്, എന്റെ ഓർഡർ ഇല്ലാതെ. എനിക്ക് കിട്ടാത്ത എന്റെ കുതിര ഇവിടെ ഇവന്റെ മുമ്പിൽ ചത്തു വീണം. അതും എന്റെ കൈ കൊണ്ട് തന്നെ ആവട്ടെ. Stop it. നിയമം നിങ്ങൾ കയ്യിലെടുക്കരുത്. അത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലുള്ളതാണ്. എഴുന്നേക്കൂ, പതുക്കെ. ഡോക്ടർ, ഡോക്ടർ. ഹീസ് ഓൾ റൈറ്റ്. ഒരു മിനിറ്റ് കൂടി വൈകിരുന്നെങ്കിൽ ഇനി പേടിക്കാനൊന്നുമില്ല, ധൈര്യമായിരിക്കും. എനിക്ക് ജഗനെ ഒന്ന് കാണണം പ്ലീസ്. നോ നോ, ഉടനെ വാർഡിലേക്ക് മാറ്റും. പ്ലീസ് വെയിറ്റ്. എങ്ങനെയുണ്ട് ഡോക്ടർ? ഹീസ് ഓൾ റൈറ്റ്. മമ്മി, മോളെ കരയാതിരിക്കെ. എല്ലാം നല്ലതിനാണെന്ന് വിചാരിച്ച് സമാധാനിക്കും. വരൂ, വാർഡിലേക്ക് പോകാം. മക്കളെ, ജീവിച്ചിരിക്കുന്ന നമുക്കെല്ലാം ഉണ്ടാവേണ്ടത് സഹനശക്തിയാണ്. മനുഷ്യർ ദുരാഗ്രഹികളാണ്. അതുകൊണ്ട് പലതും സംഭവിച്ചു. ജീവിക്കാൻ അവസരം ലഭിച്ച പലരും പലതും മറന്നു. നിങ്ങൾ വല്ലതും മറന്നെങ്കിൽ ഞാനത് നിറവേറ്റും. നാളെ നിങ്ങളുടേതാണ്. തിങ്കളാഴ്ച നോയമ്പിരുന്നു, തമ്പുരാനെ തപസ്സിരുന്നു. തിങ്കളാഴ്ച നോയമ്പിരുന്നു, തമ്പുരാനെ തപസ്സിരുന്നു. രണ്ടു തുളസി ദളങ്ങളായി മിഴികൾ അർച്ചന ചെയ്തിരുന്നു. എത്ര നാളുകളിൽ, എത്ര രാവുകളിൽ, ഓ എത്ര നാളുകളിൽ, എത്ര രാവുകളിൽ. തിങ്കളാഴ്ച നോയമ്പിരുന്നു,